നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ പാർലമെന്റിൽ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഭാവിയാണ്. കുട്ടികളുടെ കാര്യത്തിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്തമുണ്ട്. വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ എപ്പോഴും തയ്യാറാണ്. രാഹുലിന്റെ പ്രതികരണങ്ങൾ സെലക്റ്റീവായി പോകുന്നുവെന്നും ജെ.പി. നദ്ദ ഡൽഹിയിൽ പറഞ്ഞു. सरकार चर्चा के लिए तैयार है और विपक्ष को इस बात को ध्यान में लेकर के उसे गोल पोस्ट नहीं चेंज करना चाहिए. हम आरोप नहीं लगा रहे हैं, आरोप प्रत्यारोप नहीं होना चाहिए. हम इस समस्या का किस तरीके से निदान कर सकते हैं उसके बारे में हमको सोचना चाहिए. और पार्लियामेंट सबसे उपयुक्त फोरम है जहां हम गहराई से इसके चिंतन कर सकते हैं और हम कोई ठोस नीति लेकर के आए. क्योंकि बच्चे कोई हमारे हैं, आपके हैं, वो देश के भविष्य है और देश के भविष्य की चिंता करना हमारी जिम्मेवारी. വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഡൽഹി നിയമസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അല്പസമയം മുമ്പാണ് ജെ.പി. നദ്ദ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥികൾ രാഷ്ട്രത്തിന്റെ ഭാവിയാണ്. അവരുടെ കാര്യത്തിൽ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം മാത്രമാണ്, തങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോവുകയും അത് കലാപമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെ വിമർശിച്ചത് ജെ.പി. നദ്ദ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്? സുരേഷ്, ഈ വിഷയത്തിൽ ജെ.പി. നദ്ദയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ജെ.പി. നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരിടത്തും ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. അങ്ങനെ ചർച്ച ചെയ്യുവാനുള്ള അതിൽ പറ്റിയ വേദി എന്ന് പറയുന്നത് അത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റിനുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ജെ.പി. നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അടിക്കടി ഗോൾ പോസ്റ്റുകൾ മാറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നിലപാടുകൾ മാറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് പാർലമെന്റിൽ ആദ്യഘട്ടത്തിൽ നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ്. പിന്നീട് അതിൽ നിന്നും വ്യതിചലിക്കുവാൻ അല്ലെങ്കിൽ ഓരോരോ വ്യവസ്ഥകൾ കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുവാനാണ് പ്രധാനമായും ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ജെ.പി. നദ്ദ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, രാഹുൽ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു നിലപാട്, മറ്റ് ഇടങ്ങളിൽ ഒരു നിലപാട് എന്നുള്ളതാണ് രാഹുലിൻ്റെ നയം. അത് ഏകപക്ഷീയമാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ അവിടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന സംഭവമുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ, അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലൊക്കെ തന്നെ ചോദ്യപേപ്പർ ചോർന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി ഭരിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച ഭരിക്കുന്ന ജാർഖണ്ഡിൽ അവിടെയും ചോദ്യപേപ്പർ ചോർന്ന സ്ഥിതിയുണ്ട്. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. പഞ്ചാബിൽ ചോദ്യപേപ്പർ ചോർന്ന സംഭവമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും രാഹുലിന് പ്രതികരിക്കേണ്ട, മറിച്ച് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മാത്രമാണ് രാഹുൽ പ്രതികരിക്കുന്നത്. അത് രാഹുലിൻ്റെ ഏകപക്ഷീയമായ നിലപാട് സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ജെ.പി. നദ്ദ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരം ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം നൽകുവാൻ വേണ്ടി സർക്കാർ തയ്യാറാണ്. അതിനുള്ള കൃത്യമായ വേദി എന്നുള്ളത് പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് പ്രധാനമായും ജെ.പി. നദ്ദ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സുരേഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് കുട്ടികൾ ആരുടെയാണെങ്കിലും അത് പ്രശ്നമല്ല, പക്ഷേ രാജ്യത്തിൻ്റെ ഭാവിയാണവർ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ആ രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ വെച്ച് നീചമായ രാഷ്ട്രീയം കളിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സമരത്തെ കാണുന്നത്, വിദ്യാർത്ഥികളെ കാണുന്നത് എന്നുള്ളതാണ് ജെ.പി. നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.